ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിനിൽക്കുന്നു. രാജ്യം ഒന്നടങ്കം ഫലപ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു. കാരണം BJPക്ക് പല സംസ്ഥാനങ്ങളിലും ശക്തമായ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിരുന്നു. 400ഓളം സീറ്റുകൾ നേടി വിജയിക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രകടിപ്പിച്ചിരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം സഖ്യകക്ഷികളുടെ തിരഞ്ഞെടുപ്പിലെ പ്രകടനം ഏറെ പ്രാധാന്യമുള്ളതാണ്. BJPക്ക് വേരോട്ടമില്ലാതിരുന്ന ദക്ഷിണേന്ത്യയിൽ അടക്കം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷികളിൽ BJP കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. NDAയുടെ സഖ്യകക്ഷികളെയും വിവിധ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യവും നോക്കുകയാണെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നോക്കിയാൽ നാഗാലാൻഡിൽ NDPP, മേഘാലയയിൽ NPP, മണിപ്പൂരിൽ NPF എന്നീ പാർട്ടികളുമായാണ് BJP സഖ്യമുള്ളത്. ആന്ധ്രാപ്രദേശിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ BJP ആന്ധ്രയിൽ മത്സരിക്കുന്നത് ചന്ദ്രബാബു നായിഡുവിൻ്റെ TDPയുമായും പവൻ കല്യാണിൻ്റെ ജനസേന പാർട്ടിയുമായും സഖ്യത്തിലാണ്. TDPയുമായി സഖ്യത്തിൽ മത്സരിച്ച 2014 ആന്ധ്രയിൽ 4 നിയമസഭാ സീറ്റുകളും 2 ലോക്സഭാ സീറ്റുകളും BJP സ്വന്തമാക്കിയിരുന്നു. 2018 TDP NDA സഖ്യം വിട്ടു. ഇതോടെ 2019 തിരഞ്ഞെടുപ്പിൽ BJPക്ക് തനിച്ചു മത്സരിക്കേണ്ടി വന്നു. വെറും 1% വോട്ട് മാത്രമായിരുന്നു പാർട്ടിക്ക് അന്ന് ലഭിച്ചത്. ആകെയുള്ള 25-ൽ 22ലും ജൻമോഹന്റെ YSR കോൺഗ്രസ് വിജയിച്ചു. TDP 3 സീറ്റിലും ഇത്തവണ NDA സഖ്യത്തിൽ TDP 17 സീറ്റിൽ മത്സരിക്കുമ്പോൾ BJP 6 സീറ്റിലും ജനസേന പാർട്ടി 2 സീറ്റിലും മത്സരിക്കുന്നു. സഖ്യം ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. 18 സീറ്റുകൾ വരെ ആന്ധ്രയിൽ ലഭിച്ചേക്കുമെന്നാണ് അമിത്ഷായുടെ കണക്കുകൂട്ടലും. ദക്ഷിണേന്ത്യയിൽ നോക്കുകയാണെങ്കിൽ BJPക്ക് ഏറ്റവും അധികം പ്രതീക്ഷയുള്ള ഒരു സംസ്ഥാനമാണ് കർണാടക. കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള 28 സീറ്റിൽ 25ഇടത്തും BJP വിജയിച്ചിരുന്നു. 2 സീറ്റിൽ കോൺഗ്രസും 1 സീറ്റിൽ JDSും വിജയിച്ചു. ഇത്തവണ JDSുമായി സഖ്യത്തിലാണ് ഇവിടെ BJP മത്സരിക്കുന്നത്. 25 സീറ്റിലാണ് BJP മത്സരിക്കുന്നത്, 3ഇടത്ത് JDSും. അതേസമയം കഴിഞ്ഞ തവണ AIADMKയുമായി സഖ്യത്തിലായിരുന്നു BJP തമിഴ്നാട്ടിൽ മത്സരിച്ചത്. എന്നാൽ ഇത്തവണ ഇരു പാർട്ടികളും തമ്മിൽ സഖ്യമില്ല. പകരം തമിഴ് മാനില കോൺഗ്രസ്, PMK, അമ്മ മക്കൾ മുന്നേറ്റ കഴകം എന്നിവയുൾപ്പെടെ നിരവധി പ്രാദേശിക പാർട്ടികളുമായാണ് BJP സഖ്യമുള്ളത്. ഇന്ത്യൻ മക്കൾ കൽവി മുന്നേറ്റ കഴകം, പുതിയ നീതി കക്ഷി, തമിഴക മക്കൾ മുന്നേറ്റ കഴകം എന്നീ പാർട്ടികളും താമര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. എന്നാൽ UP എന്ന സംസ്ഥാനത്തിലേക്ക് നോക്കുമ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് UP. അപ്നാദൾ, RLD, നിഷാദ് പാർട്ടി, സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടി, JDU എന്നീ പാർട്ടികളാണ് BJPക്കൊപ്പം NDA സഖ്യത്തിലുള്ളത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 62 സീറ്റുകളാണ് BJP നേടിയത്. NDAക്ക് 71ഇടത്ത് വിജയിക്കാൻ കഴിഞ്ഞിരുന്നു. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമായ മഹാരാഷ്ട്രയിലും BJP വലിയ പ്രതീക്ഷയാണ് വെക്കുന്നത്. ഇവിടെ ശിവസേനയുടെ ഷിൻഡെയ്ക്കും അജിത് പവാറിന്റെ NCPക്കൊപ്പവുമാണ് BJP മത്സരിക്കുന്നത്. BJP 28 സീറ്റിലും ശിവസേന 15ഇടത്തും NCP 4 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. 1 സീറ്റിൽ സ്വതന്ത്രനാണ് പിന്തുണ. 2019 BJPയും പിളർപ്പിനു മുൻപുള്ള ശിവസേനയും സഖ്യത്തിലാണ് മത്സരിച്ചിരുന്നത്. അന്ന് BJPക്ക് 23 സീറ്റും ശിവസേനയ്ക്ക് 18 സീറ്റുമാണ് ലഭിച്ചത്. UPAക്ക് 5 സീറ്റാണ് നേടാനായത്. NCPയിലെയും ശിവസേനയിലെയും പിളർപ്പ് BJPയെ എങ്ങനെ തുണയ്ക്കുമെന്ന് കണ്ടറിയണം. 40 സീറ്റുള്ള ബീഹാറിൽ JDU NDAയിലേക്ക് തിരിച്ചെത്തിയതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് BJP ഇറങ്ങുന്നത്. 40 സീറ്റുകളാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP, JDU, ലോക് ജനശക്തി പാർട്ടി എന്നിവർ സഖ്യത്തിലാണ് മത്സരിച്ചത്. BJP 17ഉം JDU 16ഉം LJPക്ക് 6 സീറ്റും ലഭിച്ചു. പിന്നീട് JDU BJPയെ തള്ളി RJDക്ക് കൈകൊടുത്തു. 400 സീറ്റ് ലക്ഷ്യം വെച്ച് ഇറങ്ങിയ BJPക്ക് തിരഞ്ഞെടുപ്പ് അടുക്കവേ JDUവിനെ മറുകണ്ഠം ചാടിക്കാനായി. ഈ സാഹചര്യത്തിൽ ഇത്തവണ വലിയ വിജയമാണ് BJP ബീഹാറിൽ പ്രതീക്ഷിക്കുന്നത്. NDAയിൽ BJP 17 സീറ്റിലും JDU 16 സീറ്റിലും LJP 5 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. HAM, RLM പാർട്ടികൾ ഓരോ സീറ്റിലും മത്സരിക്കുന്നു.
അസമിൽ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി, ലിബറൽ, അസം ഗണ പരിഷത്ത് എന്നിവരുമായി ഇക്കുറിയും സഖ്യത്തിൽ തന്നെയാണ് BJP മത്സരിക്കുന്നത്. സംസ്ഥാനത്ത് ആകെ 14 സീറ്റുകളാണ് ഉള്ളത്. ഇതിൽ 13ഉം നേടുമെന്നാണ് BJPയുടെ അവകാശവാദം. കഴിഞ്ഞ തവണ BJPക്ക് 9 സീറ്റാണ് സംസ്ഥാനത്ത് നേടാനായത്. കോൺഗ്രസ് 3, AIUDF 1, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയായിരുന്നു സീറ്റ്. മണ്ഡല പുനർനിർണയത്തിന് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പ് ആയതിനാൽ ഫലം പ്രവചനാതീതമാണ്. എന്നാൽ ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നാണ് BJPയുടെ അവകാശവാദം. BDJSുമായി സഖ്യത്തിലാണ് മത്സരിക്കുന്നത്. BJP 14 സീറ്റിലും BDJS 4 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. കേരളത്തിൽ കുറഞ്ഞത് 2 സീറ്റുകളെങ്കിലും വിജയിക്കാനാകുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. സുരേഷ് ഗോപിയിലൂടെ തൃശൂരും രാജീവ് ചന്ദ്രശേഖറിലൂടെ തിരുവനന്തപുരവും നേടാനാകുമെന്നാണ് BJP പ്രതീക്ഷ വയ്ക്കുന്നത്. എന്തായാലും 430 സീറ്റുകളിൽ മത്സരിച്ച BJP ഇത്തവണ സഖ്യകക്ഷികളെ കൂടെ നിർത്തി രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാക്കുമോ എന്ന് ജൂൺ 4-ന് അറിയാം.